ഡിസംബർ 29 ഞായറാഴ്ച. ലൂക്ക 2:41 മുതൽ 52 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും തിരുക്കുടുംബ തിരുനാൾ ആഘോഷിക്കുന്നു. അവരെ ആദരിക്കുന്നത് വഴി ചെറുതും വലുതുമായ എല്ലാ കുടുംബങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു. ദൈവത്തിൻ്റെ കുടുംബത്തെ, സഭയെ അതുവഴി നമ്മൾ ബഹുമാനിക്കുന്നു. പ്രത്യേകിച്ച് നസ്രത്തിലെ ഹോളി ഫാമിലിയുടെ മറഞ്ഞിരിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഭവനത്തിൽ ദിനം പ്രതി ജീവിക്കുന്നത് എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വിഭാവന ചെയ്യുക. യേശുവിനെ പോലെ ഒരു മകനും മറിയത്തെപ്പോലെ ഒരു ഭാര്യയും അമ്മയും ജോസഫിനെ പോലുള്ള ഒരു പിതാവും ഭർത്താവും ഉണ്ടെങ്കിൽ ആ വീട് എങ്ങനെയിരിക്കും? അവരുടെ ഭവനം തീർച്ചയായും ഒരു വിശുദ്ധ സ്ഥലവും യഥാർത്ഥ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാസസ്ഥലവും ആയിരിക്കുമായിരുന്നു. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും കുടുംബ വീട് മറ്റേതൊരു ഭവനത്തെയും പോലെ തന്നെ പല തരത്തിലുള്ള ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഉല്ലസിക്കുകയും വിയോജിക്കുകയും ജോലി ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും അങ്ങനെ ദൈനംദിന കുടുംബ ജീവിതം നയിക്കുന്ന മറ്റുള്ളവർ നേരിടുന്ന എല്ലാം അവിടെയും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. തീർച്ചയായും യേശുവിൻ്റെയും മറിയത്തിൻ്റെ സദ്ഗുണങ്ങൾ പൂർണ്ണമായിരുന്നു. വിശുദ്ധ ഔസേപ്പ് ഒരു യഥാർത്ഥ നീതിമാനായ മനുഷ്യനായിരുന്നു. അതിനാൽ അവരുടെ ഭവനത്തിൻ്റെ പ്രധാന സവിശേഷത സ്നേഹമായിരുന്നു. ദൈവത്തിൻ്റെ ആ ദൈവിക ജീവിതത്തിൽ പങ്കുചേരാനും കൃപയോടും പുണ്യത്തോടും കൂടി സാധാരണ ദൈനംദിന ജീവിതത്തെ അഭിമുഖീകരിക്കാനും ഓരോ കുടുംബവും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ കുടുംബത്തിൻ്റെ തിരുനാൾ നമ്മോട് വെളിപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. ചില കുടുംബങ്ങൾ പുണ്യത്തിൽ ശക്തരാണ്. ചിലത് അടിസ്ഥാന ആശയവിനിമയവുമായി പൊരുത്തപ്പെടാതെ പോകുന്നു. ചിലർ ദിവസം തോറും വിശ്വസ്തരാണ്. എന്നാൽ മറ്റു ചിലർ തകർന്നവരും ആഴത്തിൽ മുറിവേറ്റവരുമാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ ഉള്ളതുപോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്നറിയുക. വിശുദ്ധ കുടുംബമായി ജീവിക്കാൻ നിങ്ങൾക്ക് ശക്തിയും പുണ്യം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവിന് സമർപ്പിക്കുക. ഒരു വിശുദ്ധ കുടുംബമാകാൻ ത്രിയേക ദൈവത്തെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ഓരോ ക്രിസ്ത്യൻ കുടുംബത്തിനും മറിയത്തെയും ജോസഫിനെയും പോലെ യേശുവിനെ സ്വാഗതം ചെയ്യുക, അവനെ ശ്രദ്ധിക്കുക, അവനോട് സംസാരിക്കുക, അവനെ സംരക്ഷിക്കുക, അവനോടൊപ്പം വളരുക. ഈ രീതിയിൽ നമുക്ക് ലോകത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും ദിവസത്തിലും കർത്താവിന് ഇടം നൽകാം. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.